ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതിപ്പോഴെവിടെയാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നൊരു 5:30 മണിക്ക് ഹോസ്പിറ്റലിലേക്ക്, എറണാകുളം VPS ലേക്ക് ഷോറിലേക്ക് എനിക്കൊരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ഒരു വ്ലോഗെന്ന് പറയുന്നത് ആ പോകുമ്പോഴുള്ള കുറച്ച് യാത്രയുടെ ഭാഗങ്ങളും ഹോസ്പിറ്റലിനെ കുറിച്ചും ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഷെയർ ചെയ്യുന്നത്. ഈ യാത്രയിൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ഹ്യൂമനാണ്, നല്ലൊരു കലാകാരനാണ്. ഓക്കെ, ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ, പാട്ടു കേട്ട് നീ ഉറങ്ങ്. അമ്മയുടെ നിന്റെ നീരാകാശപ്പൂവിൽ താനെ ഉറങ്ങുന്ന പൊന്നും കട്ടേ, വാരിയെടുക്കാനും മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ടേ പൊന്നും കട്ടേ. അപ്പൊ ഈ പാട്ട് പാടിയിരിക്കുന്ന ആളുടെ പേര് ശ്രീകാന്ത് എന്നാണ്. കായംകുളം സ്വദേശിയാണ്. പരിചയപ്പെടാൻ ചങ്ങാത നാടൻപാട്ട് സംഘത്തിന്റെ മസ്കറ്റ് അബ്സ്റ്റേഷൻ ആയിട്ടുള്ള ഒരു സെന്റർ കൂടിയുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം. അങ്ങനെ ശ്രീകാന്ത് ശ്രീയുടെ പാട്ടൊക്കെ കേട്ടു. നല്ല ഒരു വൈബാണ് നമുക്കതിൽ നിന്ന് കിട്ടിയത്. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയത് തന്നെ പറയാം രാവിലെ തന്നെ. അങ്ങനെ നമ്മൾ എറണാകുളം മരടിലുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പുതിയ ബ്ലോക്ക്. ഓക്കെ, പഴയ ബ്ലോക്കാണ് ആ കാണുന്നത്. ഇപ്പോൾ അവിടെ കോവിഡ് ടെസ്റ്റിനുള്ള അതിൻ്റെ ഫോമും മറ്റും ഫില്ല് ചെയ്യാനുള്ള പ്രൊസീജിയർ നടക്കുകയാണ്. ഡോക്ടറെ കാണണമെങ്കിൽ എല്ലാ പേഷ്യൻസും കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ അവരുടെ അകത്ത് കടത്തി വിടുകയുള്ളൂ. കോവിഡ് ടെസ്റ്റിന് ആൻറ്റിജൻ ടെസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ 2ാമത്തെ ബിൽഡിങ്ങിലാണ്, അതായത് ന്യൂ ബിൽഡിംഗ്. ആ ന്യൂ ബിൽഡിങ്ങിലെ റിസപ്ഷനും അവിടുത്തെ ഹോളും ഒക്കെയാണ് ഈ കാണുന്നത്. ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയയും നല്ലൊരു ലേക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് സർവീസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം മനുഷ്യർ നമ്മൾ ഏത് അവസ്ഥയിലായാലും, നമ്മൾ ഏത് രോഗാവസ്ഥയിലായാലും നമ്മളോടൊപ്പം ജനിച്ചപ്പോഴേ കൂടിയൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ? വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മനുഷ്യരായ നമുക്ക് വേണ്ടിയിട്ട് ലേക്ക് ഷോറിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതുപോലെയുള്ള കോഫി ഷോപ്പുകളും. അതുമാത്രമല്ല നല്ല ക്വാളിറ്റി സ്നാക്സ് ഐറ്റംസും ജ്യൂസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പഴയ ബിൽഡിങ്ങിലുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഗൈനക്കോങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഈ കാണുന്ന വഴികളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ഇടനാഴികളെന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ കൂടെയൊക്കെ ഞാൻ തലങ്ങും വിലങ്ങും ചെയറിലിരിക്കാൻ പോലും പറ്റാതെ രാവും പകലും തിരിച്ചറിയാതെ നടന്ന ഒരുപാട് ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട്. അവിടെ
നിന്നപ്പോൾ എനിക്ക് ആ പഴയ കാലത്തുള്ള ആ ദിവസങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മയിൽ വന്നു. അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടു പോകില്ല കേട്ടോ. ചില കാര്യങ്ങൾ എന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. ഇതാണ് പ്രസിദ്ധ ഓങ്കോളജിസ്റ്റായ ഗൈനിക് ഓങ്കോളജിസ്റ്റായ ചിത്രധാര മാമിൻ്റെ റൂമും മാമിൻ്റെ OPയും. ഹോസ്പിറ്റലായതുകൊണ്ട് പരിമിതിയുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതിന്. ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. ഇന്ന് ഇയാളെ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. എൻ്റെ ഇതേ സെയിം സ്റ്റേജിൽ കൂടി ഇയാളുടെ അടുത്തൊരു റിലേറ്റീവ് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇയാളുടെ വാക്കുകൾ ഒന്ന് കേൾക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ എനിക്ക് നിങ്ങൾക്ക് വെച്ച് തരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് കിട്ടിയത് ടീച്ചറും കൂടിയാണ്. പറയുന്നൊന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം എന്തുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അഭിപ്രായം മറ്റു കാലത്തുണ്ടോ? വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടീച്ചർ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ ജസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം നമ്മൾ പാനിക്കായി, വളരെയധികം നമ്മൾ ടെൻസ്ഡായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് നമ്മൾ ട്യൂമർ, ആ ഒരു മൈഗ്രേറ്റ് ട്യൂമർ ഇത് അറിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇത് നമുക്കില്ലായിരുന്നു. ഫസ്റ്റ് നമ്മൾ RCC നോക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മളതിൽ ചിന്തിച്ചു. പക്ഷെ പെട്ടെന്ന് ടീച്ചർ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ ഗംഗാ ടീച്ചർ എൻ്റെ ടീച്ചറിൻ്റെ ചുറ്റപ്പനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടീച്ചർ കണക്ഷൻ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ടീച്ചറിനെ ഞാൻ വിളിച്ചു, കൺസൾട്ട് ചെയ്തു. ടീച്ചറിനോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യുക ടീച്ചർ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല, ഫുൾ കോൺഫിഡൻസ് ആയിട്ട് പോകാം, ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ച് ബാക്കി പറ്റുന്നതാണെന്ന് പറയുന്നതാണ്. അങ്ങനെ ടീച്ചറിൻ്റെ ആ ഒരു ധൈര്യത്തോടിലാണ് നമ്മൾ ഫസ്റ്റ് ടീച്ചർ തന്നെ നമുക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് ക്ലിയറാക്കി തരികയും നമ്മൾ പെട്ടെന്ന് ഒട്ടും ടൈം കഴിഞ്ഞില്ല. അതായത് നമ്മൾ ഇത് അറിയുന്ന ദിവസം നമുക്ക് റിപ്പോർട്ട് വന്നു, അതിൻ്റെ 2 ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്നു, ഡോക്ടറിനെ തന്നെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മറ്റൊരു ഹോസ്പിറ്റലിലായിരുന്നു, അവിടെ സർജറി ചെയ്തെടുത്ത് ബയോപ്സി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് പിന്നെ നമുക്ക് അവിടെ അത് തുടരാനായിട്ട് ഇങ്ങനെയൊരു സംഭവമായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ലൈഫ് വെച്ചിട്ട് നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം നേരെ നമ്മൾ തീരുമാനിച്ചു ഇവിടെ തന്നെ നിന്ന സമയത്ത് എന്തോ എനിക്കുള്ളിൽ ഇങ്ങനെ ടീച്ചറിൻ്റെ പേര് തോന്നുകയും ടീച്ചറിനെ വിളിച്ച് ഞാൻ പെട്ടെന്ന് വിളിച്ചു. ടീച്ചർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. ടീച്ചർ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി. ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചേച്ചി പിന്നെ ലേക്ഷോറിന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും കരുതുന്നത് ഇവിടുത്തെ ചികിത്സ എക്സ്പെൻസീവ് എന്നാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? അതൊരു കാര്യം നമ്മൾ ഇവിടെ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഞാനിങ്ങനെ വീട്ടിൽ പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ ഒരു സാധാ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു സാധാ മീഡിയം ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരവസരത്തിൽ ടീച്ചറിന് കുഴപ്പമില്ല, നീ പോയി നോക്കാം എന്നുള്ള നമ്മൾ ആ ഒരു രീതിയിൽ ഇവിടെ വന്നതാണ്. പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ ലൈഫ് വെച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് കിട്ടും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഭയങ്കര ആദ്യമൊക്കെ ഇവിടെ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പെട്രോളിൻ്റെയും ഒക്കെയുള്ള ഒരു അത് സ്വാഭാവികം, അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ശരിക്കും അതായത് വരുമ്പോഴുള്ള ആ ഒരു ടെൻഷനും ആ ഒരു പേടിയും വിഷമവും ഒന്നും പിന്നീട് അത് ഫസ്റ്റ് പോലും നമുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ചേച്ചിയെ തന്നെ വളരെ കോൺഫിഡൻസ് ആയിട്ട് ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു എന്താ ലൈഫിൽ വന്നത് വന്നു. പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ധൈര്യം നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഡോക്ടർ അത് ദൈവം തന്നെയാണ്. ഡോക്ടറിനപ്പുറം എന്താ പറയുക, അതിനൊരു ദൈവത്തിനപ്പുറം മറ്റൊരു കൊടുക്കാനില്ല എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഡോക്ടറെയും കൂടി ചേർത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അതുപോലെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ലൈഫിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന അസുഖങ്ങളിലൊന്നാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നതാണ്. ഇപ്പോഴും ആ പേര് നമുക്ക് മനസ്സിലെല്ലാവരും പേടിയോടുകൂടി ഓർക്കുകയും കേൾക്കുന്നതിന് ഞെട്ടിലുള്ളതാണ്. അത് നമ്മൾ കൊണ്ടുവന്ന് കേൾക്കുമ്പോഴത്തേക്ക്
ഉള്ള ഒരു മാനസികാവസ്ഥ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമുക്ക് ഈ ഒരു രോഗം വരുമോ. പക്ഷേ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും എക്സ്പെൻസ് എന്നുള്ള കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ മാറ്റി നിർത്തരുത്. കറക്റ്റ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ടൈമിൽ ചെയ്യുമെന്ന് ഉറപ്പ് പറയുക. അത് ഇയാൾ മാത്രമല്ല, ഇയാളെ പോലെയുള്ള ഞാനിപ്പോഴുള്ള ഒരുപാട് പേര് പറയാനുണ്ട്. ഒരു പ്രതിനിധിയായിട്ട് ഓക്കെ ഓക്കെ. ചികിത്സാ ചെലവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയോ, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന നമ്മുടെ ഡോക്ടർ VPGയുടെ കൺസൾട്ടിംഗ് ഫീസ് 300 രൂപയാണ്. അതുപോലെ തന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഗൈനിക് ഓങ്കോളജിസ്റ്റായ ചിത്രധാര മാമിൻ്റെ ഫീയും 300 രൂപയാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൺസൾട്ടിങ്ങും ഒന്നും എക്സ്പെൻസീവ് ഒന്നുമല്ല. സാധാരണക്കാർക്കും അഫോർഡബിളാണ്. ഒരുപാട് കൺസെഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ക്യാൻറ്റീനിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് വിഷയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ തന്നെയാണ് ഡയറക്റ്റ് ഫങ്ഷൻ ചെയ്യിക്കുന്നത്. മുൻപ് പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അതുപോലെ ക്യാൻറ്റീനോട് ചേർന്ന് തന്നെ കേക്കിൻ്റെയും പേസ്ട്രിയുടെയും ജ്യൂസിൻ്റെയും ഒക്കെ വലിയൊരു ലോകം തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടിരിക്കുവാണ്. ഇതെൻ്റെ അനിയത്തിയാണ്, എന്നോടൊപ്പം ഒരു നിഴലായി എന്നും കൂടെയുള്ള അനിയത്തി. നമ്മൾ ഊണും ബിരിയാണിയാണ് ഓർഡർ ചെയ്ത്. ഊണിന് 110 രൂപയും ബിരിയാണിക്ക് 170 രൂപയും 160 രൂപയുമാണ്. ഈ കാണുന്നതാണ് BP ഗംഗാധരൻ ഡോക്ടറുടെ OP. ഓക്കെ, നമസ്കാരം. ഞാൻ VPS ലേക്ഷോർ ആശുപത്രിയിലെ ലേശൻ ഓഫീസറാണ്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള സേവനം അന്വേഷിച്ച് വരുന്ന ഒരു ആളാണ് ഞാൻ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് അവിടെ നിന്നും വിരമിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ SK അബ്ദുള്ള സാറ് CEO അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോലിയെടുത്ത് വരികയാണ്. അദ്ദേഹമാണ് എന്നെ ഇവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ചത്. അതിനനുസരിച്ചുള്ള ആത്മാർത്ഥതയും സേവനവും ഞാൻ ഈ ആശുപത്രിയിൽ വേണ്ടി ചെയ്യുന്നത്. ഇവിടെ വളരെയധികം ഫെസിലിറ്റീസാണ്. ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വിദഗ്ധരായ ഡോക്ടർമാർ, ഡോക്ടർ VP ഗംഗാധരൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു വൻ സംഘം തന്നെ ഇവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുപോലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടേഴ്സ്, അത് കേരളത്തിലെ പ്രമുഖരായ ഡോക്ടർമാരാണ്. അതല്ല, എൻ്റെ കേരള പോലീസ് അസോസിയേഷനുമായി ഉണ്ടാക്കിയ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും 10% ഡിസ്കൗണ്ടും, അതുപോലെ തന്നെ അവർ വരുമ്പോൾ കൺസൾട്ടിംഗ് ഫീസായിട്ടുള്ള ആദ്യത്തെ ഡോക്ടർ കൺസൾട്ടിംഗ് ഫീസ് എന്ന് പറയുന്ന ആദ്യത്തെ ഫീസ് അവർ കൊടുക്കുകയാണ്. നമ്മുടെ കുമ്പളം ഗ്രാമപഞ്ചായത്ത്, മരട് മുനിസിപ്പാലിറ്റി എന്നീ സ്ഥലങ്ങളിലുള്ള താമസക്കാർക്ക്, സ്ഥിരം താമസക്കാർക്ക് ഇതേ കൺസെഷൻ തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും ഈ ആശുപത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ ആശുപത്രിയിൽ ചില ആൾക്കാരുടെ ആക്ഷേപം വരുന്നത് ഇവിടെ ഫീസും കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് ആശുപത്രിയിലാണ് ഫുഡിൻ്റെ പൈസ ഒഴിവാക്കി വെക്കുകയും ഫുഡിൻ്റെ പൈസ അറ്റാച്ച് ചെയ്ത് വരുന്നതെന്നാണ് ചിലപ്പോൾ ചില ഫീസുകളൊക്കെ വർദ്ധിച്ചെന്നിരിക്കും. അപ്പോൾ അത് നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്കീമുകൾ ഇവിടെ ഉണ്ട്. ആ സ്കീമിലൂടെ പോയി കഴിഞ്ഞാൽ അത്രയും പൈസ നമുക്ക് കുറവ് വരും. അതേസമയം ഒരു അഭിഷേക് യാദവ് എന്ന് പറയുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സംഘം എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള ലിവർ ട്രാൻസ്പ്ലാന്റ് ഒന്നും തന്നെ പരാജയപ്പെട്ടിട്ടില്ല. എല്ലാം വളരെ കറക്റ്റായിട്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു പോയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികളെ സംബന്ധിച്ച് നൂതന മാർഗ്ഗങ്ങൾ, ഇന്ത്യയിലില്ലാത്ത രീതിയിലുള്ള മെഷീൻസ് ഈ ആശുപത്രിയിലുണ്ട്. രോഗം കണ്ടുപിടിക്കാനുള്ള സംവിധാനം, ഇതെല്ലാം ഈ ആശുപത്രിയിൽ വളരെ ഭംഗിയായി തുറന്നു പോകുമ്പോൾ ചില ഭാഗത്തു നിന്നും ഈ ആശുപത്രിയുടെ നല്ല പ്രവർത്തനങ്ങളെ മോശമാക്കി കാണിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതെല്ലാം ഞാൻ നുള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട്
പാവപ്പെട്ടവർക്ക് ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ സാമ്പത്തികമായിട്ടുള്ളവർക്കൊക്കെ എല്ലാം ഈ ആശുപത്രിയിൽ ലഭിക്കുന്നുണ്ട്. ഈ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ SK അബ്ദുള്ള സാർ, നമ്മുടെ ഭീകരനായ CEO, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു ടീമാണ് ഒറ്റക്കെട്ടായി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ ഈ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകുന്ന CEO SK അബ്ദുള്ള സാർ, CEO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സുഭാഷ് സക്രിയ, അതുപോലെ ബാക്കി താഴത്തേക്കുള്ള എല്ലാവരും അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ രോഗികൾക്കും രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യമേകൊണ്ട് ഈ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോയാണ്. അപ്പോൾ ഇതിനെല്ലാവരും പിന്തുണകളും എല്ലാവരുടെ ഭാഗത്തുണ്ടാകുമെന്നും ഞങ്ങൾ എല്ലാ 24 മണിക്കൂറും സേവന സന്നദ്ധരായി ഇവിടെ ബഷീർ സാറിൻ്റെ ഉണ്ടാകുന്നതാണ്. ഭാഗത്ത് നിന്ന് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ചിത്രധാര മാം, ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഗൈനക് ഓങ്കോളജിസ്റ്റ്. ഇവരിന്ന് ഡോക്ടറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കേട്ടോ. ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ 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 ആങ്സൈറ്റിയോടുകൂടി പേടിയോടുകൂടി വന്ന ഞാനാണ് കേട്ടോ. അൽഹംദുലില്ലാ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഡോക്ടറോട് ബൈ പറഞ്ഞു ഇറങ്ങുകയാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കിവിടെ വരുമ്പോൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. വേറെ ഒരു കംഫർട്ടായൊരു പ്ലേസിലെത്തിയ പോലെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി ഒന്ന് ഞാൻ പറയാം. ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും UAE-യിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ ട്രീറ്റ്മെൻറ്റിനായിട്ട് പേഷ്യൻസ് എത്താറുണ്ട്. അവർക്ക് താമസിക്കാനായിട്ട് റൂംസും വീടുകളുമൊക്കെ ഇതിൻ്റെ സറൗണ്ടിങ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളും ഇവിടെ നിന്ന് തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 7 മണി ആകുന്നു. നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും 11 മണി കഴിയും. വളരെ പേടിയോടുകൂടി ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള ഭയങ്കരമായ പേടിയോടുകൂടി വന്ന എനിക്ക് ഇന്നത്തെ ദിവസം തന്ന ഈ സമാധാനം, അത് തന്ന ആ ശക്തിയോട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു കണ്ടൻറ്റുമായി നമുക്ക് അടുത്തൊരു വ്ളോഗിൽ താമസിച്ച് തന്നെ കാണാം. എല്ലാവർക്കും ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും.